വെച്ചിട്ടുണ്ട്. 1/2 ഗ്ലാസ് വെള്ളം. എന്നിട്ട് നന്നായിട്ട് നമുക്ക് പഞ്ചസാര നന്നായിട്ട് മെൽട്ടാവട്ടെ. ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പം ഉണ്ടാക്കുന്നത്, കരിഞ്ഞു കൊണ്ടുവന്ന് നമുക്ക്. അപ്പോൾ ഇത് നല്ലോണം പഞ്ചസാര ലായനി നമുക്ക് ഈ ലഡുവിന് യൂസ് ചെയ്യുന്നതാണ്. ലഡുവിന് പഞ്ചസാരയാണ് കൂടുതലും നല്ലത്. വെല്ലം ഇട്ടിട്ടുണ്ടാക്കാം, പക്ഷേ ഈ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ പഞ്ചസാര നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. പഞ്ചസാര ലായനി നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ തേങ്ങ മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയത്, അതായത് തരിയില്ലാതെ ആക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി അത് നമുക്ക് ഈ പഞ്ചസാര ലായനിയിലേക്ക് ഇടാം. ആവശ്യത്തിന് വേണ്ട തേങ്ങ കുറച്ച് മതി. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിൽ പച്ചമണം പോകുന്നത് വരെ ഒന്ന് അതിൽ കിടന്നിട്ടൊന്ന് ആ മധുരമൊക്കെ പഞ്ചസാരയൊക്കെ ഈ തേങ്ങയിലൊക്കെ ഒന്ന് പിടിക്കട്ടെ. അപ്പോൾ 2 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളിവിടെ റവ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ചേർക്കാം. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിൽ കടന്നിട്ട് ഇനി കാഷ്യൂനട്ടോ അതൊക്കെ ചേർക്കാം. കാഷ്യൂനട്ട്, കിസ്മിസ് അതൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഞാൻ പക്ഷെ ഒന്നും ചെയ്യുന്നില്ല. അതിങ്ങനെ എൻ്റെ മോനതൊന്നും ഇഷ്ടമല്ല, കടിക്കണതൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ഞാനതൊന്നും ഇതിൽ യൂസ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് ഫ്ലേവറിന് കുറച്ച് ഇത് അത് സെറ്റായിട്ടുണ്ട്. നമുക്കപ്പോൾ തീ ഓഫാക്കാം. എല്ലാം കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇനി കുറച്ച് ഫ്ലേവറിന് കുറച്ച് ഏലക്കാപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഒരു നുള്ള് ഏലക്കാപ്പൊടി നമ്മളിത് ചേർക്കുന്നുണ്ട്. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചേർത്തത്. അല്പം കുറച്ച് ഒരു നെയ്യും കൂടെ. ഇത് റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഇത് ചൂട്ടോടെ തന്നെ ബോൾസാക്കി എടുക്കാം. ബോൾസാക്കി എടുക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാറ്റർ. കണ്ടില്ലേ, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത്
ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. അങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് റവ ലഡു. ഒരു 6 മിനിറ്റ് വേണ്ടി വന്നുള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് റവ ലഡു തയ്യാറാക്കാം. ഇത് കാണാനും നല്ല ചന്തമാണ്, ഇതിൻ്റെ ടേസ്റ്റും നല്ല അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.